നമസ്കാരം. ചിലപ്പോഴൊക്കെ രാഷ്ട്രീയത്തിൽ തെറ്റ് സംഭവിക്കുന്നതിലും വലിയ വാർത്ത ആ തെറ്റ് തുറന്നു സമ്മതിക്കുന്നതാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ പലപ്പോഴും പ്രതിരോധത്തിന്റെ മതിലുകൾ ഉയരാറുണ്ട്. എന്നാൽ അപൂർവമായി ചില സംഭവങ്ങളിൽ ആ മതിലുകൾക്കപ്പുറം ആത്മപരിശോധനയുടെ ശബ്ദവും കേൾക്കാറുണ്ട്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് അത്തരമൊരു തുറന്നു പറച്ചിലാണ്. ദേവസ്വം ക്ലിയറുടെ നിയമത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് തുറന്നു സമ്മതിച്ച് മന്ത്രി കെ മുരളീധരൻ രംഗത്ത് വന്നു. പ്രശസ്തനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് പരിഗണിച്ചതെങ്കിലും ഭക്തജനങ്ങളിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി സ്വീകരിച്ചതെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയത്. നിയമനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിലനിൽക്കാൻ പാടില്ല എന്ന സർക്കാരിന്റെ നിർബന്ധ ബുദ്ധിയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പുറത്തുവരുമെന്ന ഭക്തരുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്ന നിയമനമാണിതെന്ന പരാതികൾ തനിക്ക് ലഭിച്ചതായി മുരളീധരൻ തുറന്നു പറഞ്ഞു. വിഷയം വിവാദമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു. സതുദ്ദേശത്തോടെയാണ് നിയമനം നടത്തിയതെങ്കിലും ഭക്തജനങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള സാഹചര്യത്തിൽ ജാഗ്രതയോടെ തിരുത്താൻ സർക്കാർ തയ്യാറായി എന്നാണ് മന്ത്രി വിശദീകരിച്ചത്. നിയമനം നടത്തിയത് ക്യാബിനറ്റ് ആണെന്നും അതിനാൽ ഇതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് മാത്രമല്ല താൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളും പോരായ്മകളും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഏർപ്പാട് തങ്ങൾക്കില്ല എന്നും മുരളീധരൻ തുറന്നു പറഞ്ഞു. ഇത് വെറുമൊരു നിയമന വിവാദമല്ല, വിശ്വാസവും ഭരണവും തമ്മിലുള്ള സൂക്ഷ്മമായ ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ചർച്ച കൂടിയാണ്. ദേവസ്വം ബോർഡുകളും ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കേരളത്തിൽ എപ്പോഴും വൈകാരികമായ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കാരണം അതൊരു ഭരണ നടപടിയുടെ പരിധി കടന്ന് വിശ്വാസത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾ സാധാരണ രാഷ്ട്രീയ വിമർശനങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നേടിയിരുന്നു. സർക്കാരിന്റെ വിശദീകരണം ശ്രദ്ധേയമാണ്. വ്യക്തിയുടെ തൊഴിൽ മികവും നിയമരംഗത്തെ പരിചയ സമ്പത്തുമാണ് നിയമനത്തിന് അടിസ്ഥാനമായതെന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ വികാരങ്ങളും വിശ്വാസപരമായ ആശങ്കകളും പിന്നീട് ശക്തമായി ഉയർന്നു വന്നപ്പോൾ സർക്കാർ അതിനെ അവഗണിച്ചില്ല. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ഒരു പ്രധാന സവിശേഷത തന്നെയാണിത്. തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടെങ്കിലും അതിന്റെ സാമൂഹിക പ്രതിഫലനങ്ങൾ വിലയിരുത്താനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. രാഷ്ട്രീയമായി ഭരണകൂടങ്ങൾ ഇന്ന് മുമ്പെങ്ങും ഇല്ലാത്ത വിധം പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിലാണ്. സോഷ്യൽ മീഡിയയിലൂടെയും പൊതു ചർച്ചകളിലൂടെയും ജനാഭിപ്രായം അതിവേഗം രൂപപ്പെടുകയും പ്രതികരണങ്ങൾ ശക്തമാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വികാരങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു സർക്കാരിനും എളുപ്പമല്ല. അതേസമയം ഈ സംഭവം ഒരു വലിയ ചോദ്യവും ഉയർത്തുന്നു. നിയമനങ്ങളിൽ യോഗ്യതയും വ്യക്തിപരമായ വിശ്വാസപരമായ പശ്ചാത്തലവും തമ്മിലുള്ള അതിർത്തി എവിടെയാണ്? പൊതുസ്ഥാപനങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭരണപരമായ മാനദണ്ഡങ്ങൾക്കൊപ്പം സാമൂഹിക സ്വീകാര്യതയ്ക്കും എത്രമാത്രം പ്രാധാന്യം നൽകണം? ഈ ചോദ്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. എന്നാൽ ഇന്നത്തെ വാർത്തയുടെ കേന്ദ്രബിന്ദു ഒറ്റ വാചകത്തിലാണ്: സർക്കാർ തീരുമാനമെടുത്തു. പ്രതിഷേധമുയർന്നു. ഒടുവിൽ സർക്കാർ തന്നെ തന്റെ തീരുമാനത്തിൽ പിഴവ് സംഭവിച്ചതായി സമ്മതിച്ചു. രാഷ്ട്രീയത്തിൽ അപൂർവമായി മാത്രം കേൾക്കുന്ന ആ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുചർച്ചയുടെ പ്രമേയമായി മാറിയിരിക്കുന്നതും പ്രതീക്ഷയാവുന്നത്.